മഹാമന്ത്രി, നമ്മുടെ രാജ്യത്തിന്റെ യശസ് എത്തുന്ന ഒരു ഗോപുരം നിർമ്മിക്കുന്ന കാര്യം നാം താങ്കളെ അറിയിച്ചിരുന്നല്ലോ. മഹാപ്രഭു, അവിടുത്തെ കൽപ്പന പോലെ അടിയൻ കൽപ്പണിക്കാരെ അന്വേഷിച്ചിരുന്നു. അവർ അങ്ങയെ മുഖം കാണിക്കാൻ എത്തിയിട്ടുണ്ട്. മന്ത്രി, ആരാണവർ? ഗോപുരം പണിയാൻ പ്രഗത്ഭരാണോ? അതെ പ്രഭു, അവർ 9 കൽപ്പണിക്കാരാണ്. 9 സഹോദരന്മാർ. കൊട്ടാരങ്ങളും കോട്ടകളും ഗോപുരങ്ങളും പണിയാൻ ശ്രേഷ്ഠരാണവർ. അവർ ചെത്തിയ കല്ലിന്റെ ചേല് കണ്ടാൽ, കെട്ടിപ്പടുത്ത പടുത കണ്ടാൽ ആ കൈവിരുതിനെ എല്ലാവരും പുകഴ്ത്തും. കോട്ടമതിലും മതിലകത്തെ കൊട്ടാരം പോലെയുള്ള കൂത്തമ്പലവും അവർ 9 പേരും ചേർന്ന് നിർമ്മിച്ചതാണ്. അവരുടെ കരുത്തും കൈവിരുതും പ്രശസ്തമാണ്. ഗോപുരം നിർമ്മിക്കാൻ അവർ തന്നെയാണ് ഉത്തമം എന്ന് അടിയൻ വിചാരിക്കുന്നു. മന്ത്രി, 9 ശില്പികൾ വിദഗ്ധരാണെന്ന് താങ്കൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ ആചാരങ്ങളോടും കൂടി അവരെ സഭയിലേക്ക് ക്ഷണിക്കൂ. മഹാമന്ത്രി പറഞ്ഞ് നാം നിങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജവംശത്തിന്റെ അഭിമാന സ്തംഭമായി ശോഭിച്ചു നിൽക്കുന്ന ഒരു ഗോപുരം നിർമ്മിക്കണം. നമ്മുടെ പൂർവികർ നാമം ധരിച്ച കാലത്തിന്റെ ഉത്തമമായ സ്മരണയാവണം ഗോപുരം. രാജ്യങ്ങൾ മുഴുവൻ ആ ഗോപുരത്തിന്റെ കീർത്തി അറിയണം. നമ്മുടെയും പൂർവികരുടെയും ചിത്രങ്ങൾ ഗോപുര മതിലിൽ കൊത്തിയുണ്ടാക്കണം. നിങ്ങൾ 9 പേരുടെയും കരവിരുത് ഗോപുര നിർമ്മാണത്തിൽ കാണണം. അടിയൻ രാജവംശത്തിന്റെ യശസ് ഉയർത്തുന്ന ഗോപുര നിർമ്മാണം ഞങ്ങളെ ഏൽപ്പിച്ചത് മഹാഭാഗ്യമായി കരുതുന്നു. മഹാപ്രഭു, ഇതിന്റെ നിർമ്മാണ വിജയത്തിനായി ഉയരം നൽകേണ്ടി വന്നാലും രാജ്യത്തിനായി സമർപ്പിച്ച് ആത്മാർത്ഥതയോടെ ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. ഗോപുര നിർമ്മാണത്തിന് നാം ശില്പികൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. മഹാരാജൻ, ദേവി പൂജയ്ക്ക് ശേഷം ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഗോപുരമതിൽ നിർമ്മാണം ആരംഭിക്കാം. അടിയങ്ങൾക്ക് വിട കൊള്ളാൻ അനുമതി നൽകിയാലും. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. ഒരു കല്ലടുപ്പിലെത്തിയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീരും തിമിതിമർന്നു. രാജകൊട്ടാരത്തിലേക്ക് പോയ നമ്മുടെ പതിമാരെ ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഭക്ഷണം ഒരുക്കി കഴിയുമ്പോഴേക്കും അവരിങ്ങെത്തും. ജ്യേഷ്ഠത്തിൽ വ്യസനിക്കാതിരിക്കൂ. നമ്മുടെ ഭർത്താക്കന്മാർ ഏറ്റെടുത്ത ജോലികളൊന്നും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. സത്യവതി, ജ്യേഷ്ഠാനുജന്മാരുടെ ഒരുമ തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. അവർ ഒന്നു ചേർന്നല്ലാതെ ഇന്നേ വരെ ഒരു ജോലിയും ചെയ്തിട്ടില്ലല്ലോ. രാജകൊട്ടാരത്തിലേക്ക് ചെല്ലാനുള്ള ഉത്തരവ് ഇതാദ്യമായിട്ടാണ് അല്ലേ ജ്യേഷ്ഠത്തി? അതെ, കൊട്ടാരങ്ങളും കൂത്തമ്പലങ്ങളും മറ്റു പലതും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ ജോലി ആദ്യമായാണെന്ന് പറയുന്നത് കേട്ടു. തബ്രാൻ അന്നത് കൊടുത്തു കാണുമോ ആവോ? നോക്കൂ ജ്യേഷ്ഠത്തി, അവർ എത്തിക്കഴിഞ്ഞു. കൊട്ടാരത്തിൽ പോയിട്ട് എന്തായി? തബ്രാനെ കാണാൻ സാധിച്ചോ? മഹാരാജനെ കണ്ടു. ഗോപുര നിർമ്മാണത്തിന് അനുമതിയില്ല. ഗോപുരമതിൽ ആദ്യം പണിയണമെന്നല്ലേ കൽപ്പന? അത് തന്നെ വളരെ വലുതാണ്. ഇത്ര വലിയ ഗോപുരം നമ്മൾ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. അതെ അതെ, വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാ. സഹോദരന്മാരെ, ഇതുപോലുള്ള അവസരം നമുക്ക് മുമ്പ് കൈവന്നിട്ടില്ല. നമുക്ക് ഒത്തൊരുമയോടെ ഈ ഗോപുരം പണിയണം. നമ്മുടെ കരവിരുതും ഐക്യവും ആലോകനം അറിയണം. ഗോപുരത്തിന്റെ പ്രശസ്തിയോടൊപ്പം നമ്മെയും ലോകമറിയും. തലമുറകളോളം അത് നിലനിൽക്കും. ജീവൻ പണയം വെച്ചും നമുക്കിത് ചെയ്യണം. ജ്യേഷ്ഠ, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മൾ ഒത്തുചേർന്ന് പണിയുന്ന ഗോപുരം മഹാരാജാവിന് പ്രീതികരമായാൽ നമ്മുടെ ജീവിതം ഐശ്വര്യം നിറഞ്ഞതാകും. അല്ലേ സഹോദരന്മാരെ? സ്വാമി, എന്നാണ് ഗോപുര നിർമ്മാണം ആരംഭിക്കേണ്ടത്?
കുലദേവതാ പൂജയ്ക്ക് ശേഷം നാളെ പ്രഭാതത്തിൽ ഗോപുരമതിൽ നിർമ്മാണം ആരംഭിക്കണം. എല്ലാവരും ചേർന്ന് ദേവപൂജയ്ക്കൊരുങ്ങുവിൻ. ഞങ്ങളുടെ കർമ്മം മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ. ഞങ്ങളുടെ മനസ്സ് കർമ്മത്തിൽ ഉറച്ചു നിൽക്കട്ടെ. സ്വയം പ്രകാശിക്കുന്ന ആത്മചൈതന്യമേ, ഞങ്ങൾക്ക് പ്രത്യക്ഷമായി ഭവിച്ചാലും ഞങ്ങളുടെ കർമ്മം ലോകോപകാരപ്രദമായി തീരട്ടെ. ശാസ്ത്രാനുസാരിയും ബുദ്ധിയിൽ സുരിക്ഷിതവുമായ തത്വം ഈ കർമ്മം കൊണ്ട് പറയുമാറാകട്ടെ. ആദി ഭൗതികവും ആധ്യാത്മികവും ആദി ദൈവികവുമായ പ്രതിബന്ധങ്ങൾക്കെല്ലാം